നമസ്തേ. ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കുന്നത് केरल की हिंदी पत्रिकाएं എന്ന टॉपिकाണ്. हिंदी में मौलिक रचना तथा अनुवाद कार्य में रुचि रखने वालों को प्रोत्साहन देने तथा केरल में मौलिक हिंदी साहित्य के विकास को पोषित करने के उद्देश्य से कई पत्रिकाएं विभिन्न व्यक्तियों संगठनों एवं संस्थाओं द्वारा निकाली गई थी, जिनमें अधिकांश का प्रकाशन അല്പകാൽ में ही ബന്ദ് हो गया था. അപ്പോൾ നമ്മുടെ കേരളത്തിൽ അന്ന് പ്രചരിച്ചിരുന്ന ഇന്നും ഉള്ള കുറച്ച് പത്രികായും നമുക്ക് നോക്കാം. ഹിന്ദി മിത്ര എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എന്തെങ്കിലും വർഷത്തിലോ എന്തെങ്കിലും പറയുന്നതിലോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഹിന്ദി മിത്ര കേരള का पहला पत्रिका है. 1941 ആണ് പ്രകാശൻ സെൻ. അപ്പോൾ നമുക്കറിയാം കേരള का पहला पत्रिका ഹിന്ദി മിത്ര ആണ്. എഡിറ്റർ പ്രകാശക് ശ്രീ ജി നീലകണ്ഠൻ നായരാണ്. അടുത്തത് ലൽക്കാർ ബാലകൃഷ്ണനാണ്. അടുത്തത് അരവിന്ദ് ചിത്തരഞ്ജൻ, പ്രതാപ് വിശ്വനാഥ് മല്ലയ്യ, ആര്യ കൈരളി, സമസ്ത കേരള സാഹിത്യ പരിഷത്താണ്. അടുത്തത് ഗ്രന്ഥാലോകം ലൈബ്രറി കൗൺസിലാണ്. കേരള പത്രിക പി ജി വാസുദേവ്, മാതൃഭൂമി എൻ വി കൃഷ്ണവാര്യർ, യുഗപ്രഭാത് ശ്രീ രവിവർമ്മ. അപ്പോൾ ഇത്രയും പത്രികായം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കേരള ഹിന്ദി പ്രചാര സഭയുടെ മുഖപത്രമാണ് കേരള ജ്യോതി. 1966 ഇത് പ്രകാശനം ചെയ്തത്. ഇത് മാസിക് പത്രികയാണ്. ഇതിൻ്റെ സമ്പാദകരാണ് കെ ജി ബാലകൃഷ്ണ പിള്ളയാണ്. അതുപോലെ തന്നെ കേരള വിശ്വവിദ്യാലയം 1963 സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പത്രം ശോധപത്രികയാണ് ഇത്. അനുശീലൻ അനുസന്ധാൻ परक लघुलेखों समीक्षाओं आदि से युक्त पत्रिका है അനുശീലൻ കൊച്ചിൻ വിശ്വവിദ്യാലയക്ക് ശോധപത്രിക. അപ്പോൾ കൊച്ചിൻ വിശ്വവിദ്യാലയത്തിൻ്റെ എന്താണ് ശോധപത്രിക? ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. കേരള के किसी विश्वविद्यालय से निकलने वाली यही एकमात्र ഹിന്ദി ശോധപത്രികയാണ് ഏത്? അനുശീലൻ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ സാഹിത്യമണ്ഡൽ പത്രിക 1973 ത്രൈമാസിക് പത്രികയാണ്. സമ്പാദക് എൻ ഇ വിശ്വനാഥ് അയ്യറാണ്. കേരള ഹിന്ദി സാഹിത്യമണ്ഡൽ അതിൻ്റെ മുഖപത്രമാണ് എന്ത്? സാഹിത്യ മണ്ഡൽ പത്രിക. അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റർ ആരായിരുന്നു? എഡിറ്റർ എന്ന് പറയുന്നത് എൻ ഇ വിശ്വനാഥ് അയ്യറാണ്. അതുപോലെ തന്നെ സംഗ്രഥൻ 1987 സംഗ്രഥൻ മാസിക് പത്രിക ഇറങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ എഡിറ്ററാണ് ആര്? പി ജി വാസുദേവ്. അതുപോലെ തന്നെ കേരള ഹിന്ദി സാഹിത്യ അക്കാദമിയുടെ ശോധപത്രിക ജഗന്നാഥ് ഹിന്ദി സാഹിത്യ സാരഥി ശോധ് ക്ഷിതിജ് തുടങ്ങിയ പത്രികകളൊക്കെ ഉണ്ട്. 1966 ഏത് ശോധപത്രികയാണ്? ഏതാണ്? കേരള ഹിന്ദി സാഹിത്യ അക്കാദമിക്ക് മുഖപത്രിക ഹെ കേരള ഹിന്ദി സാഹിത്യ അക്കാദമി ശോധപത്രിക. ഈ അക്കാദമിയും അതിൻ്റെ മുഖപത്രവും എൻ ഇ ചന്ദ്രശേഖരൻ നായരുടെ പരിശ്രമത്തിൻ്റെ ഫലമാണ്. ഇനി കേരള हिंदी साहित्य अकादमी शोध पत्रिका का संस्थापक और संपादक आनारे एन ई विश्वनाथ अय्यर. जगन्नाथ हिंदी महाविद्यालय का मुखपत्र होने के नाते इस पत्रिका में हिंदी तथा मलयालम दोनों में रचनाएं प्रकाशित की जाती है. इसके अतिरिक्त विद्यालय में आयोजित सभा समारोहों की सूचना आदि भी प्रकाशित की जाती है. 1994 जनवരി പി അപ്പു മാസ്റ്ററാണ് ഇതിൻ്റെ എഡിറ്റർ. അതുപോലെ തന്നെ സെൻറ്റ് തോമസ് കോളേജ് പാലാക്ക് സ്നാതകോത്തർ ഹിന്ദി വിഭാഗ് ഏവം ശോധ പത്രിക की മുഖപത്രിക है ഏത്? ശോധ് ക്ഷിതിജ്. ഏത് പത്രിക? അർദ്ധവാർഷിക ഹേ, അതായത് വർഷത്തിൽ 2 പ്രാവശ്യം പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഇത്രയും പത്രങ്ങളാണ് മെയിനായിട്ട് നമുക്ക് കേരളമേ ഹിന്ദി സാഹിത്യത്തിൽ വരുന്ന പ്രമുഖ പത്രികകൾ. ഓക്കെ, ധന്യവാദ്.